ഒന്ന് ആഞ്ഞു തള്ളു. ഇത് തള്ളിയാലും പോകണ്ട. എന്ത് പാത്തു? തള്ളു 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 വണ്ടി, തള്ളു തള്ളു വണ്ടി. മതിയാ? സ്റ്റാർട്ടായോ? തള്ളു തള്ളു തള്ളാസ് വണ്ടിയല്ല. സ്റ്റാർട്ടാവട്ടെ സ്റ്റാർട്ടാവട്ടെ എന്ന് പറഞ്ഞ് പാട്ട് വിടാം. അങ്ങനെങ്കിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ടാവട്ടെ. ആയിക്കോട്ടെ, സ്റ്റാർട്ടാകട്ടെ വണ്ടി. പാത്തു, ഞാൻ മടുത്തു. എനിക്ക് ഉള്ളിലിരുന്ന് പോവാൻ നല്ല സുഖല്ലേ? ഓടാത്ത വണ്ടിയിൽ ഇരുന്നിട്ട് ഓടിക്കണം നല്ല സുഖം. ഇന്നലെ നീ പെട്രോൾ ഇല്ലാന്ന് പറഞ്ഞ് തള്ളിച്ച്. ഇന്ന് നീ എന്തിനാ എന്നെ കൊണ്ട് തള്ളിക്കണം? എന്നോട് എന്തെങ്കിലും? ശരിക്കും പെട്രോൾ ഇല്ലാത്തോണ്ട് എന്നെ തള്ളിച്ചത്. ഇന്നിപ്പോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നിനക്ക് വണ്ടി പഠിക്കണോ? പഠിക്കണം. എന്നാ പിന്നെ തള്ളണോ? അത്ര തന്നെ. തള്ളു 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 വേഗം. എന്റെ വിധി. മടുത്ത് പത്തു ആവുന്നേ ഇല്ല. തള്ളു 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 വണ്ടി, തള്ളു വണ്ടി, തള്ളു വണ്ടി, അങ്ങനെ മതി. അതാ സ്റ്റാർട്ടായി. എന്നെ കൊണ്ട് ഫുള്ള് തള്ളിക്കണ്ടില്ല. ഭാഗ്യം. ഇനി എന്തോരം തള്ളിയാലപ്പാ ഇതൊന്നും പഠിക്കാൻ പറ്റുക? പഠിക്കണോ വേണ്ടിയോ? പഠിക്കണം. എനിക്ക് എന്റെ കാറിനെ കുറ്റം കാണാൻ മാത്രം ഇഷ്ടമല്ല കേട്ടോ. ഇല്ലപ്പാ, നമ്മളൊന്നും പറയുന്നില്ലേ. എന്തോന്ന് തപ്പി കളിക്കണത്? അത് കാണുന്നില്ല. കീ എവിടെയാന്ന് കാണുന്നില്ല. അത്രയ്ക്കൊന്നും ആയിട്ടില്ല. പിന്നെ സമാധാനം. പാണ്ടി ലോറിയിൽ കയറിയ അവസ്ഥ നിനക്ക് വേണ്ട. മനസ്സിലായില്ലേ? എന്റെ പടച്ചോനെ എന്തൊക്കെ ആക്കി നോക്ക എന്റെ ഈ കാറ്. അങ്ങനെ ചെയ്താ മതി. മനസ്സിലായില്ലേ? അയ്യോ അയ്യോ നിർത്ത്. എന്തെന്നായി കാണിക്കുന്നത്? ആദ്യം ഗിയറല്ല തപ്പല്. നമ്മള് ആദ്യം ന്യൂട്രൽ ആക്കിയിട്ട് ക്ലച്ച് ചവിട്ടണം. മനസ്സിലായില്ലേ? ഏതപ്പോ ന്യൂട്രൽ ഏതാ? അത് തന്നെ ആ സംഭവം. ആദ്യം ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കണം. പിന്നെ ഗിയറിന് ന്യൂട്രൽ ആക്കുക. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഗിയറിന് ന്യൂട്രൽ ആക്കിക്കേ. ഗിയറിന് എങ്ങനെ ന്യൂട്രൽ ആക്കണേ? അങ്ങനെ തന്നെ അതെ. അങ്ങനെ വലിച്ച് എന്റെ സംഭവം എടുത്ത് പുറത്തോടല്ല. പിന്നെ ക്ലച്ച് ചവിട്ട്. എല്ലാം ഒരേപോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഏത് ക്ലച്ച്? ഇതാണ് കോയ ക്ലച്ച്. ചോട്ടൻ ആളില്ലല്ലോ. ഇനി സ്റ്റാർട്ട് ചെയ്ത് ദജ്ജാലേ, എന്നോട് ആര് റൈസ് ആക്കാൻ പറഞ്ഞത്? പോയി ചവിട്ടത്. ക്ലച്ച് ചവിട്ട്. നിർത്തതല്ല, നിർത്ത. നിന്നോട് ആര് ആക്സിലേറ്റർ ചവിട്ടാൻ പറഞ്ഞത്? എന്റെ പടച്ചോനെ, ഞാൻ എങ്ങനെ ഇതിനെ പഠിപ്പിക്കും? നിനക്ക് എല്ലാം അറിയുന്ന പോലെ നീ അങ്ങ് ഇരുന്ന് കൊടുത്താ. എന്നിട്ട് ഇപ്പൊ ആദ്യം ഒന്ന് പറിച്ചെടുക്കരുത്. മനസ്സിലായില്ലേ? ന്യൂട്രൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഗിയർ ന്യൂട്രൽ ഇട. പറിച്ചെടുക്കണ്ട. എന്തൊക്കെയാണോ? ഇനി ക്ലച്ച് ചവിട്ട്. ക്ലച്ച് ചവിട്ടി. ഇനി സ്റ്റാർട്ട് ചെയ്ത്. ഇത് ഈ ആക്സിലേറ്റർ ചവിട്ടാൻ പറഞ്ഞ ക്ലച്ച് ചവിട്ടാനാ പറഞ്ഞു. തിരക്കൊടിക്കണ്ട, മെല്ലെ. എന്നിട്ട് എന്താ ചെയ്യാറിയോ? കണ്ണാടി ഈ മിറർ നോക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ. പുറകോട്ട് വരുവാണെങ്കിലും മുന്നോട്ട് പോവാണെങ്കിലും മുന്നോട്ട് അങ്ങനെ നോക്കിയിട്ട് പോണം. പുറകോട്ടാണെങ്കിൽ എവിടെ നോക്കണം? ഈ മിററിൽ നോക്കിയിട്ട് വേണം പുറകോട്ട് എടുക്കാൻ. മെല്ലെ ചെയ്ത്. നീ എന്താ ചെയ്തത്? വണ്ടി അങ്ങ് പോയി, സ്പീഡിൽ പോയതാ. ബാക്കിലോട്ട് പോകുമ്പോ എന്താ ചെയ്യുന്നത്? ബാക്കിലോട്ട് പോകുമ്പോ എന്താ ചെയ്യേണ്ട? നമ്മള് അങ്ങോട്ട് കുതിര നോക്കിയിരുന്ന ബാക്ക് കാണുമോ? ഇല്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ പുറകോട്ട് നോക്കണം. നിന്നോടാണ് പുറകോട്ടാക്കാൻ പറഞ്ഞത്? അല്ല, പുറകോട്ട് ഓടിക്കാൻ വണ്ടി. എന്റെ പടച്ചോനെ, മിറർ നോക്കിയിട്ട് പുറകോട്ട് ഓടിക്കി. അങ്ങനെയാ? ഞാനവിടുത്തെ പുറകോട്ട് നോക്കിയാ വണ്ടി പോകുന്നു. കോയക്കനെ മാത്രം ഞാൻ പഠിപ്പിക്കൂല. എങ്ങനെയാണെങ്കിലും മിറർ നോക്കുക, പുറകോട്ട് വണ്ടി എടുക്കുക. അല്ലാതെ കഴുത്ത് ഒട്ടകത്തിന്റെ പോലെ പുറത്തിട്ടാലൊന്നും വണ്ടി ഓടൂല. മനസ്സിലായില്ലേ? ശരിയാ. നോക്കുന്നേ മിററിൽ നോക്കുന്നേ. പുറകോട്ട് എടുക്കുക. പയ്യെ ഓടരുത്. പയ്യെ
വട്ടം കോയൊക്കെ അതേപോലെ പോക്ക് പോയാൽ ഞാൻ ഇതിലെ കൂടെ ഒരു പോക്ക് പോകും. ഞാൻ ഈ പഠിപ്പിക്കാൻ നിൽക്കില്ല നിങ്ങളാ. ഇല്ല പാത്തു, ഇനി ശരിക്കും നോക്കട്ടെ നോക്കട്ടെ. ഫസ്റ്റ് കയറിയുടെ ക്ലച്ചിന് കാലെടുക്ക്, പയ്യെ പോ. ശരിയായോ പാത്തു? ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താ അറിയോ നീ പഠിക്കേണ്ടത്? എച്ചെടുക്ക് നോക്കട്ടെ. അല്ല, ശരിയാക്കി ഇത് ക്ലച്ചും ബ്രേക്കും അറിയാത്ത ഞാൻ എങ്ങനെ എച്ചെടുക്കും പാത്തു? അങ്ങനെയൊക്കെയാണ് ക്ലച്ചും ബ്രേക്കൊക്കെ പഠിച്ചിട്ട് എച്ചെടുക്കുന്നത്. ഒന്ന് എച്ചെടുത്ത് നോക്കിക്കേ. എച്ചെടുക്കാൻ എന്ത് ചെയ്യണം പാത്തു? കോയക്ക എച്ചെടുക്കാൻ ആദ്യം റിവേഴ്സ് എടുക്കണം. അവിടെ നീ എന്ത് വലിച്ചു പറിക്കണത്? റിവേഴ്സ് ഗിയർ എടുക്കണ്ടേ? റിവേഴ്സ് എടുത്തേ. ശരി. പാത്തു, റിവേഴ്സിലേക്ക് പോകുന്നില്ല വണ്ടി. നിന്നോട് ആര് റിവേഴ്സ് എടുക്കുന്നത്? നീ ഫ്രണ്ടിലോട്ട് എടുത്തതാ. ഇവിടെ ഒരു ഗിയറല്ലേ ഉള്ളൂ, റിവേഴ്സ് ഗിയർ ഏത്? എടാ എടാ, ഈ കോയൊക്കെ നീ അതിപ്പോ പറിച്ച് കൈ തരും തോന്നണം. നീ എങ്ങനെ അത് പറിച്ചെടുക്കുന്ന ഇങ്ങനെ? പിന്നെ റിവേഴ്സ് ഗിയർ കാണുന്നില്ലാന്ന്. എന്റെ പടച്ചോനെ, ക്ലച്ച് ചവിട്ടടാ. ക്ലച്ച് ചവിട്ടിട്ടുണ്ട് പാത്തു. എന്നിട്ട് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ടിട്. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിട്ടിട്ട് എടുക്ക് പോട്ടെ. എന്റെ പടച്ചോനെ, ശരിയായോ പാത്തു? ഏകദേശം ശരിയായിട്ടുണ്ട്. പഠിച്ച് ഏകദേശം പഠിച്ച്. പയ്യേ പയ്യേ അറിഞ്ഞാലും മനസ്സിലാവില്ല, ഒന്നും അറിയില്ല. ഇപ്പൊ പോയി ഇടിച്ചതല്ലേ. ഓ, അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാ? ഇറങ്ങ് 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 ഇറങ്ങ്, നിർത്ത്, ഇറങ്ങ് ഇറങ്ങ്. എന്റെ പത്ത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാ? നന്നായി പഠിച്ചിട്ടുണ്ട്. അയ്യോ മതി 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 പഠിച്ചതാട്ടാ. അല്ല, എനിക്ക് പറഞ്ഞ പണി എന്താ പറയാ, ഞാൻ കേറിയിരിക്കും, എന്നെ തള്ളിക്കൊണ്ട് കിടക്കുക. അത് മാത്രം നിന്നെ കൊണ്ട് പറ്റുള്ളൂ. അല്ല, അറ്റ്ലീസ്റ്റ് ഉന്താനെങ്കിൽ പഠിച്ചില്ലേ? ഓ, പഠിച്ചു. ഇന്ന് അത്ര മതി, ഉന്തിയത് മതി. ഉന്താൻ പഠിക്കാം. നാളെ പഠിക്കുന്നേ? നാളെ പഠിക്കാം നമുക്ക്. ശരി. അയ്യോ, ഇല്ലെങ്കിൽ ഇപ്പൊ വണ്ടി പോയേനെ. ക്ലച്ച് അറിയില്ല, ഗിയർ അറിയില്ല, ന്യൂട്രൽ ഒന്നും അറിയാത്ത ഒരാളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും? എന്റെ പടച്ചോനെ, എനിക്ക് വയ്യ പഠിപ്പിക്കാന്. നമുക്ക് നാളെ പറഞ്ഞുതരാം കേട്ടോ. നന്നായി പറഞ്ഞുതരാം ഞാൻ. അല്ല പാത്തു, പോവാ? നാളെ കാണാം നമുക്ക്. ശരി പാത്തു. ഇനി മര്യാദക്ക് തള്ളാൻ തുടങ്ങിക്കോ. തളിക്കോ.